എത്ര പെട്ടെന്ന് സമയം പോകുന്നതല്ലേ. ഇന്നൊരു അന്ധകരമായ ദിവസമായിരുന്നു. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഭയങ്കര ബോറടിയായിരുന്നു. എൻ്റെ പുല്ലനെ കണ്ടോ, ആ ഇരുത്താണ് ഇതുവരെ അവൻ്റെ തലയിൽ 2 പുല്ലേ പൊളച്ചിട്ടുള്ളൂ. ഒരാവശ്യത്തിന് പറമ്പുകളൊക്കെ കഴിഞ്ഞാൽ ഞാനാ പറമ്പ് വൃത്തിയായി. ബട്ട് എനിക്ക് പണി കിട്ടി. കൈക്കോട്ടെടുക്കാതെ മണ്ണ് കൈ ഊത്താത്ത ഞാൻ ആ പറമ്പ് കളച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. പിന്നെന്നാ വേണ്ടത്? ഇത് കണ്ട് എൻ്റെ ഭർത്താവിന് ചിരിയോട് ചിരി. വെക്കെന്ത് പറ്റി? മാനസിക വിഭ്രാന്തിയാണോ അതോ കറണ്ട് പോയി കാറ്റ് പോയതാണോ? അങ്ങനെ ആ ക്ഷീണം തീർക്കാൻ വേണ്ടി ടാങ്ക് കലക്കി കുടിച്ചു. എന്നിട്ടും ക്ഷീണം പോകുന്നില്ല. കിളി പോയ അവസ്ഥയാണ് എൻ്റെ മുഖത്ത് കേട്ടോ. എന്തിനാ ഞാൻ വേണ്ടാത്ത പണിക്ക് പോയെന്നുള്ള ചിന്തയായി. പിന്നെ വിചാരിച്ചു, നല്ല കാര്യത്തിനല്ലേ ചെടിയിൽ നട്ട് വളർത്തി ഒരു പൂങ്കാവനാമാക്കാം നമുക്ക്. ഇനി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അടുത്ത പരിപാടിയാണ് അടിച്ചു വാരൽ. എൻ്റെ മെയിൻ ഹോബിയാണ് അടിച്ചു വാരൽ. ഞാൻ ദിവസവും 3-4 പ്രാവശ്യം അടിച്ചു വാരിക്കൊണ്ടേയിരിക്കും. എനിക്കിഷ്ടപ്പെട്ട ജോലിയാണ് ഈ അടിച്ചു വാരൽ, ക്ലീനിങ് ഒക്കെ. അപ്പോൾ ആ ഒരു ജോലി ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യും. എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല, പക്ഷെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അടിച്ചു വാരി എനിക്കൊരു പേരും കിട്ടി, ചൂല് പ്രീഷ. 24 മണിക്കൂർ ചൂരിൽ എൻ്റെ കയ്യിലുണ്ടാവും. അങ്ങനെ ആ പേരും കൂടി കിട്ടി. സാരമില്ല, അതിലൊരു തമാശയായി കാണുന്നു. അങ്ങനെ വെറുതെ കറണ്ട് വന്നത് നോക്കുമ്പോൾ ഇതാ ഫാൻ ഇതാ കറങ്ങി വന്നിരിക്കുന്നു. പിന്നെ വിശക്കാൻ തുടങ്ങിയില്ലേ, ഒടുക്കത്തെ വിശപ്പ്. പട്ടിപ്പണി ചെയ്തല്ലേ രാവിലെ തന്നെ. അപ്പോൾ ഇന്നലത്തെ ചോറും ഉണ്ട്, ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. ചോറും ചൂടാക്കി ചിക്കൻ കറിയും ചൂടാക്കി വെട്ടി ഒഴിക്കണം. പണിയെടുത്ത പിന്നെ ഭയങ്കര വിശപ്പായിരിക്കും. അല്ലെങ്കിൽ പൊതുവേ ഞാൻ മോർണിംഗ് കഴിക്കും, ചോറ് കഴിക്കും. ഞാൻ മെലിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ട് ഞാനിപ്പോൾ 54 ആയി. 46 to 54 മാറി. ഞാൻ തടിച്ചായി. ഇപ്പം അവനെ പറയുന്നു ഞാൻ തടിച്ചായിരിക്കുന്നെന്ന്. എന്നെയിപ്പോൾ തടിച്ചെന്ന് വിളിക്കാൻ. എന്നാലും ഞാൻ വിട്ടുകൊടുക്കൂല, ഞാൻ കഴിക്കും. രാവിലെ ഇപ്പം കഴിച്ച് ശീലമായതുകൊണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ ഒടുക്കത്തെ വിശപ്പായിരിക്കും. കണ്ണൂർക്കാരൊക്കെ രാവിലെ ചോറ് കഴിക്കുന്നതിന് കുളുത്താന്നാണ് പറയുക കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇത് പഴങ്കഞ്ഞിയല്ല, ഇത് ചോറ്, കുളുത്ത. അങ്ങനെ ചിക്കനും ചോറും കൂട്ടി മണമണ കഴിക്കണം. ചിക്കൻ എത്ര കഴിച്ചാലും നമുക്ക് മടുക്കൂലല്ലേ. പക്ഷെ മീനായാലും പച്ചക്കറിയായാലും മടുക്കും. ചിക്കൻ നമ്മൾ പായസം വെച്ചാൽ പോലും മലയാളികൾ നക്കി കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വിശപ്പ് കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഡീസൻ്റായിട്ട് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ബൈ.